ഒരുപാട് വർഷക്കാലങ്ങളായിട്ട് സയന്റിസ്റ്റുകൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു ടോപ്പിക് ഉണ്ട്. നമ്മൾ ഈ പ്രപഞ്ചത്തിൽ ഒറ്റയ്ക്കാണോ, അല്ലെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ എവിടെ? ഒരു ഗാലക്സിയെ സംബന്ധിച്ച് അതിനകത്ത് മില്യൺസ് ഓഫ് ബ്ലാക്ക് ഹോൾസ് ഉണ്ടാവും, മില്യൺസ് ഓഫ് നക്ഷത്രങ്ങളുണ്ടാവും, അവയെ ചുറ്റുന്ന ഒരുപാട് ഗ്രഹങ്ങളും ഉണ്ടാവും. അത് തെളിയിക്കപ്പെട്ടതാണ്. അപ്പൊ പിന്നെ നമ്മുടെ ഭൂമിയിലല്ലാതെ മറ്റെവിടെയും ജീവനില്ലേ? ഉണ്ട് എന്നാണ് നമ്മുടെ പ്രതീക്ഷ. പക്ഷെ ഇത്രയും കാലത്തെ നമ്മുടെ അന്വേഷണത്തിൽ അതിനെ സംബന്ധിച്ച് ചെറിയൊരു തെളിവ് പോലും കിട്ടിയിട്ടില്ല. ഇനിയിപ്പോ വേറെ എവിടെയെങ്കിലും ജീവൻ ഇല്ലെങ്കിൽ പിന്നെ നമ്മളാരാണ്? ഇനി മറ്റെവിടെയെങ്കിലും ജീവൻ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് നമുക്ക് അവരെ കണ്ടെത്താൻ പറ്റാത്തത്? ഇതിനൊരു ഉത്തരം നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അത് മനുഷ്യരാശിയിലെ ഏറ്റവും വലിയൊരു കണ്ടുപിടുത്തമായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനുള്ള അന്വേഷണം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ആദ്യം കാണിക്കുന്നത് ഒരു സ്പേസ്ഷിപ്പാണ്. ഇതിന്റെ പേരാണ് മെഗല്ലൻ. അതിപ്പോ സ്പേസിലൂടെയുള്ള അതിന്റെ യാത്രയിലാണ്. ഈ സ്പേസ്ഷിപ്പിനകത്ത് ആകെ ഒരൊറ്റ ഒരാളേ ഉള്ളൂ. ഇദ്ദേഹത്തിന്റെ പേരാണ് നിക്കോളാസ്. ഇയാളിപ്പോ പോകുന്നത് ശനിയുടെ ഉപഗ്രഹമായ ടൈറ്റനിലേക്കാണ്. ഇനി എന്താണ് ഇയാളുടെ മിഷൻ? അതറിയാൻ നമുക്ക് 2.5 വർഷം പുറകിലേക്കൊന്ന് പോയി നോക്കാം. 2.5 വർഷങ്ങൾക്ക് മുമ്പ് നെൽസന്റെ വീട്ടിലൊരു പാർട്ടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അവനും അവന്റെ ഭാര്യയും ചേർന്നിട്ടാണ് ആ പാർട്ടി നടത്തുന്നത്. ഈ നെൽസന്റെ ഭാര്യയുടെ പേര് അബിഗൽ എന്നാണ്. ഇവളൊരു കമ്പ്യൂട്ടർ AI സ്പെഷ്യലിസ്റ്റ് ആണ്. നെൽസൺ ആണെങ്കിൽ ഒരു ആസ്ട്രോണറ്റ് ആണ്. അവന്റെ ഏറ്റവും വലിയ ഡ്രീം സ്പേസിലേക്ക് പോകണം എന്നുള്ളതാണ്. എന്നാൽ ഇതുവരെയായിട്ടും അത് നടന്നിട്ടില്ല. അങ്ങനെ ആ പാർട്ടിക്ക് നടക്കുന്നതിനിടയിലാണ് അവനൊരു കോൾ വരുന്നത്. നാസയിൽ നിന്നാണ് വിളിക്കുന്നത്. ഉടനെ തന്നെ നിനക്കൊരു ബ്രീഫിംഗ് ഉണ്ട്, നീ പെട്ടെന്ന് ഓഫീസിലേക്ക് വരണം എന്നാണ് അവിടെ നിന്ന് അറിയിച്ചിരിക്കുന്നത്. അങ്ങനെ ആ ഫോൺ കട്ട് ചെയ്ത് കഴിയുമ്പോൾ നെൽസന് ശരിക്കും സന്തോഷമായി. അവനിപ്പോ അവന്റെ ഭാര്യയുടെ അടുത്ത് പറയുന്നത്, എന്നെ ഒരു ബ്രീഫിങ്ങിന് വിളിച്ചിട്ടുണ്ട്, ചിലപ്പോ എന്റെ ഡ്രീം നടക്കാൻ സാധ്യതയുണ്ട് എന്നാണ് അവൻ പറയുന്നത്. അത് കേൾക്കുമ്പോൾ അബിഗലിന് ശരിക്കും സന്തോഷമായി. അങ്ങനെ നെൽസൺ ഇപ്പൊ നാസയിലെത്തി. അതിനെ തുടർന്ന് അവരുടെ ബ്രീഫിംഗ് ആരംഭിക്കുകയും ചെയ്തു. നെൽസന്റെ കൂടെ 3 പേരാണ് ഇരിക്കുന്നത്. അതിൽ ഇടതുഭാഗത്തിരിക്കുന്ന ആ കണ്ണാടി വെച്ചോ കണ്ടില്ലേ, ഇവൻ അവിടുത്തെ ഒരു കമ്പ്യൂട്ടർ എക്സ്പേർട്ട് ആണ്. ഇവന്റെ പേര് മാത്യു എന്നാണ്. പിന്നെ വലതുഭാഗത്തിരിക്കുന്ന ഈ പ്രായമായ ആളുണ്ടല്ലോ, ഇയാളുടെ പേര് സ്റ്റുവർട്ട് എന്നാണ്. ഇയാൾ ഡിഫൻസിന്റെ സെക്രട്ടറി ആണ്. പിന്നെ 3ാമത്തെ ആളുടെ പേര് ബെക്കർ എന്നാണ്. ഇവനാണ് ഇവരുടെ പ്രൊജക്ട് ഡയറക്ടർ. അങ്ങനെ ബെക്കർ ഇപ്പം എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് തന്നെ നെൽസന്റെ അടുത്ത് പറയാണ്. അതായത് ഇവർക്ക് ഡീപ് സ്പേസിൽ നിന്നും 3 സിഗ്നൽസ് കിട്ടിയിട്ടുണ്ട്. അത്രയും പറഞ്ഞതിന് ശേഷം ബെക്കർ പറഞ്ഞതിനെ തുടർന്ന് മാത്യു ഇപ്പൊ സിഗ്നൽസ് ഒക്കെ നെൽസന് കേൾപ്പിച്ചു കൊടുക്കുകയാണ്. അതൊരു തരത്തിലുള്ള മ്യൂസിക് ആയിരുന്നു, പാട്ട് പോലെ എന്തോന്ന്. അത് കേൾപ്പിച്ചു കൊടുത്തതിന് ശേഷം ബെക്കർ ഇപ്പൊ കാര്യങ്ങളൊക്കെ ശരിക്കും വിശദീകരിക്കുകയാണ്. ഈ 3 സിഗ്നൽസിനും 3 ഫ്രീക്വൻസികളാണ്. 1ാമത്തെ സിഗ്നലിനെക്കാളും കുറച്ചുകൂടെ ഉയർന്ന ഫ്രീക്വൻസിയാണ് 2ാമത്തെ സിഗ്നലിന്. 2ാമത്തേനേക്കാളും കുറച്ചുകൂടെ കൂടുതലാണ് 3ാമത്തെ സിഗ്നലിന്. അവരത് ശരിക്കും പരിശോധിച്ചു കഴിഞ്ഞപ്പം ഇപ്പോഴും അത് ഡീപ് സ്പേസിൽ നിന്ന് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ആ പരിശോധനയിൽ അവർക്ക് മറ്റൊരു കാര്യം കൂടെ മനസ്സിലായി. ഈ സിഗ്നൽസ് എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ആണ്. അതായത് ആരോ ഇത് ഇങ്ങോട്ട് അയച്ചതാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഏലിയൻസ് ആണ് ആ സിഗ്നൽസ് അയച്ചത് എന്നാണ് നാസയിലുള്ള ആൾക്കാരൊക്കെ വിശ്വസിക്കുന്നത്. ബെക്കർ അത്രയും പറഞ്ഞു കഴിഞ്ഞപ്പം നെൽസന് ശരിക്കും അത്ഭുതമായി. അങ്ങനെയാണെങ്കിൽ ഈ സിഗ്നൽസ് എവിടെ നിന്നാണ് വരുന്നത് എന്നാണ് അവൻ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ ബെക്കർ അവിടെ നിന്ന് എഴുന്നേറ്റു. എന്നിട്ട് അവൻ അവിടുത്തെ ബോർഡിൽ ആ സിഗ്നൽസ് എവിടെ നിന്നാണ് വരുന്നത് എന്ന കാര്യം പറയാൻ തുടങ്ങി. അതായത് ഈ 3 സിഗ്നൽസും വരുന്നത് നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ നിന്നാണ്. അതിൽ 1ാമത്തെ സിഗ്നൽ വന്നിരിക്കുന്നത് ശനിയുടെ ഉപഗ്രഹമായ ടൈറ്റനിൽ നിന്നാണ്. 2ാമത്തെ സിഗ്നൽ നെപ്റ്റ്യൂണിന്റെ ഉപഗ്രഹമായ ട്രൈറ്റനിൽ നിന്നും. 3ാമത്തെ സിഗ്നൽ കുള്ളൻ ഗ്രഹമായ എറിസിൽ നിന്നും. ഈ 3 സിഗ്നൽസും ഒരേ സമയത്ത് തന്നെയാണ് അയക്കുന്നത്. എന്നാൽ ടൈറ്റനെ സംബന്ധിച്ച് ട്രൈറ്റനും എറിസും കുറച്ച് ദൂരെയാണ്. അതുകൊണ്ടാണ് ബാക്കിയുള്ള 2 സിഗ്നൽസ് ഇങ്ങോട്ട് എത്താൻ കുറച്ചുകൂടെ സമയമെടുത്തത്. ബെക്കർ അത് പറഞ്ഞു കഴിയുമ്പോൾ, പക്ഷെ നമുക്ക് എങ്ങനെയാണ് ഈ സിഗ്നൽസ് ഒക്കെ ട്രാക്ക് ചെയ്യാൻ പറ്റിയത് എന്നാണ് നെൽസൺ ചോദിക്കുന്നത്. അതെങ്ങനെയാണ് ഇവിടേക്ക് കിട്ടിയത് എന്ന കാര്യം എനിക്കും അറിയത്തില്ല എന്നാണ് ബെക്കർ അതിന് മറുപടി പറയുന്നത്. ബെക്കർ അത്രയും പറഞ്ഞു കഴിയുമ്പോൾ അവിടെ ഇരിക്കുന്ന സെക്രട്ടറി ബാക്കി കാര്യം പറയാൻ തുടങ്ങി. നമ്മളിപ്പോൾ ഉടനെ തന്നെ ഒരു മിഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. എവിടെ നിന്നാണ് ഈ സിഗ്നൽസ് വരുന്നത് എന്ന് കണ്ടുപിടിച്ചിട്ട് ആ ഗ്രഹങ്ങളിലേക്ക് ചെന്ന് ആ സിഗ്നൽസ് അയക്കുന്ന ട്രാൻസ്മിറ്റർ ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വരണം. മാത്രമല്ല ആ ഗ്രഹങ്ങളിൽ നിന്നും കുറെയൊക്കെ സാമ്പിൾസ് ഇങ്ങോട്ട് കൊണ്ടുവരണം. ആ ഒരു മിഷൻ നിന്നെ ഏൽപ്പിക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് സെക്രട്ടറി പറയുന്നത്. അതായത് നെൽസൺ ഉടനെ തന്നെ ശനിയുടെ ഉപഗ്രഹമായ ടൈറ്റനിലേക്കും നെപ്റ്റ്യൂണിന്റെ ഉപഗ്രഹമായ ട്രൈറ്റനിലേക്കും പിന്നെ എറിസിലേക്കും പോകണം. എന്നിട്ട് അവിടെ നിന്നും ആ ട്രാൻസ്മിറ്റർ ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വരണം. അയാൾ അത് പറഞ്ഞു കഴിയുമ്പോൾ, ഓക്കെ ഞാനതിന് സമ്മതിച്ചു, പക്ഷെ നമുക്കിപ്പോൾ അങ്ങോട്ട് പോകാൻ ഒരു സ്പേസ് ക്രാഫ്റ്റ് ഉണ്ടോ എന്നാണ് നെൽസൺ അടുത്തായിട്ട് ചോദിക്കുന്നത്. അതിന് മറുപടി പറയുന്നത് ബെക്കറാണ്. ഇപ്പം നമ്മുടെ കയ്യിലില്ല, പക്ഷെ 2.5 വർഷത്തിനുള്ളിൽ നമ്മളത് റെഡിയാക്കി എടുക്കും എന്നാണ് ബെക്കർ പറയുന്നത്. ബെക്കർ അത്രയും പറഞ്ഞു കഴിയുമ്പോൾ സെക്രട്ടറി വീണ്ടും സംസാരിക്കാൻ തുടങ്ങി. ഇപ്പൊ നമുക്ക് ഈ കിട്ടിയ സിഗ്നൽസ് ഉണ്ടല്ലോ, ഇതിപ്പോ ലോകം മൊത്തം അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇത് കണ്ടുപിടിക്കാൻ പോകാനുള്ള ശ്രമത്തിലാണ്. അതിലേറ്റവും മുന്നിൽ നിൽക്കുന്നത് ചൈനയാണ്. ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ നമ്മളും അവരും തമ്മിൽ നല്ല രസത്തിലല്ല. അതുകൊണ്ട് തന്നെ അവരെക്കാളും മുമ്പ് നമുക്ക് പോവുകയും വേണം. ഇതിപ്പോ നമ്മളുടെ പ്രസ്റ്റീജിന്റെ പ്രശ്നമായി മാറിയിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 8 വർഷത്തെ പ്രിപ്പയറെങ്കിലും വേണം ഈ ഒരു മിഷൻ സ്റ്റാർട്ട് ചെയ്യാൻ. പക്ഷെ നമ്മളത് 2.5 വർഷം കൊണ്ട് ചെയ്യുന്നു. പക്ഷെ നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റും.
സെക്രട്ടറി അത്രയും പറഞ്ഞു കഴിയുമ്പോൾ നെൽസൺ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തിനാണ് നമ്മളിങ്ങനെ ധൃതി കാണിക്കുന്നത്? ആദ്യം നമുക്ക് ചില പ്രോബ്സിന് അയച്ചു നോക്കിക്കൂടെ എന്നാണ് അവന്റെ ചോദ്യം. അതേക്കുമ്പോൾ പ്രോബ്സിനൊന്നും അയച്ചാൽ ശരിയാവത്തില്ല. ഈ മിഷൻ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് തന്നെ പ്രോബ്സിന് അയച്ചിട്ട് ഒരു AI കൊണ്ടൊന്നും ഇതിന്റെ ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റത്തില്ല. അതിനൊരു മനുഷ്യൻ തന്നെ അങ്ങോട്ട് പോകണം. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സിഗ്നൽസ് ഒക്കെ ഇങ്ങോട്ട് അയച്ചത് ആരാണെങ്കിലും അവർ അയച്ചതിന് എന്തോ ഒരു കാരണമുണ്ട്. അതൊരു മനുഷ്യനെ കൊണ്ട് മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ എന്നാണ് സെക്രട്ടറി പറയുന്നത്. സെക്രട്ടറി അത്രയും പറഞ്ഞു കഴിയുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ബക്കർ പറയാൻ തുടങ്ങി. ഈ ഒരു യാത്ര എന്ന് പറയുന്നത് 10 വർഷം നീണ്ടു നിൽക്കുന്നതാണ്. അതിൽ കൂടുതൽ സമയവും നീ ക്രയോസ്ലീപ്പിലായിരിക്കും. പക്ഷെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 10 വർഷവും നിന്റെ ഭാര്യ ഇവിടെ ഒറ്റയ്ക്കായിരിക്കും. അതുകൊണ്ട് നിന്നെ ഒരിക്കലും ഞങ്ങൾ നിർബന്ധിക്കത്തില്ല. നിനക്ക് സമ്മതമാണെങ്കിൽ മാത്രം നീ ഈ മിഷൻ ഏറ്റെടുത്താൽ മതി, അല്ലെങ്കിൽ നിനക്കിത് നിരസിക്കാം എന്നാണ് ബക്കർ പറയുന്നത്. എന്നാൽ അത് കേൾക്കുന്ന നെൽസൺ പറയുന്നത്, നിരസിക്കാനോ? ഇത്രയും വലിയൊരു ചാൻസ് കിട്ടിയിട്ട് ഞാനത് നിരസിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ എന്നോട് തന്നെ ചെയ്യുന്ന ചതിയാണ്. അതുകൊണ്ട് ഞാൻ ഈ മിഷൻ ഏറ്റെടുത്തോളാം എന്നാണ് നെൽസൺ പറയുന്നത്. അങ്ങനെ ആ മീറ്റിംഗിന് ശേഷം നെൽസൺ ഇപ്പോൾ വീട്ടിലെത്തി. കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പം അബിഗിൽ അവന്റെ അടുത്ത് വല്ലാതെ ദേഷ്യപ്പെടുകയാണ്. അവൾ 2 ചോദ്യമാണ് അവന്റെ അടുത്ത് ചോദിക്കുന്നത്. 10 വർഷത്തേക്ക് ഒരു സ്പേസ് യാത്രയ്ക്ക് വേണ്ടി നീ സൈൻ ചെയ്ത് കൊടുത്തോ? നീ ആ യാത്ര തുടങ്ങിക്കഴിഞ്ഞാൽ എന്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? ഇതാണ് അവൾ ആദ്യം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ അവളുടെ ചോദ്യം, നീ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുന്ന എന്താണ് ഉറപ്പ് എന്നാണ്. അതേ കേൾക്കുമ്പോൾ നീ ഇവിടെ ഒറ്റയ്ക്കാണ് എന്നതിനെ കുറിച്ച് ഓർത്ത് നീ ടെൻഷൻ അടിക്കണ്ട. നിനക്ക് എപ്പോൾ വേണമെങ്കിലും എനിക്ക് മെസ്സേജ് അയക്കാനുള്ള പെർമിഷൻ ഉണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഞാൻ മരിച്ചു പോകുമെന്ന്. അതോർത്ത് നീ തീരെ ടെൻഷൻ അടിക്കണ്ട. എനിക്കൊന്നും പറ്റത്തില്ല. ഞാൻ ഉറപ്പായിട്ട് നിന്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരും എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അവളെ സമാധാനിപ്പിക്കുകയാണ്. അങ്ങനെ 2.5 വർഷങ്ങൾക്ക് ശേഷം അവന്റെ യാത്ര തുടങ്ങി. അതിനുവേണ്ടി അവൻ ആ ക്രയോ പോഡിലേക്ക് അടുത്തിരിക്കുകയാണ്. അങ്ങനെ യാത്ര തുടങ്ങിയതിന് ശേഷം ഇപ്പൊ 18 മാസങ്ങൾ കഴിഞ്ഞു. ആ സ്പേസ് ഷിപ്പ് ഇപ്പൊ ശനിയുടെ അടുത്തേക്ക് എത്തി. ഇനി കുറച്ച് ദിവസത്തെ യാത്രയും കൂടെ ഉള്ളൂ അതിന്റെ ഉപഗ്രഹമായ ടൈറ്റനിലേക്ക്. ഈ സമയമാകുമ്പോഴേക്കും നെൽസൺ ആണെങ്കിൽ അവന്റെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുകയും ചെയ്തു. ഇനിയിപ്പോ നെൽസന് ആ സ്പേസ് ഷിപ്പിൽ കൂട്ടായിട്ടുള്ളത് ഒരു AI ആണ്. അതിന്റെ പേര് ഫ്രെഡി എന്നാണ്. ഈ മിഷനെ കുറിച്ചിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ഇവന് വേണ്ടി ചെയ്തു കൊടുക്കുന്നത് ഈ ഫ്രെഡിയാണ്. ഈ സമയം സ്പേസ് ഷിപ്പ് ആണെങ്കിൽ ശനിയുടെ തൊട്ടടുത്ത് കൂടെയാണ് പോകുന്നത്. അതിന്റെ വളയങ്ങളൊക്കെ കാണാൻ പറ്റും. വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു അത്. ഈ സമയം നെൽസൺ ഫ്രെഡിയുടെ അടുത്ത് ചോദിക്കുന്നത്, നമ്മൾ ഭൂമിയിൽ നിന്നും എത്ര ദൂരെയാണ് ഇപ്പൊ നിൽക്കുന്നതെന്നാണ്. ഫ്രെഡി അതിന് മറുപടി പറയുന്നത്, നമ്മളിപ്പോ ഭൂമിയിൽ നിന്നും 8.49 ആസ്ട്രോണോമിക്കൽ യൂണിറ്റ് ദൂരെയാണെന്നാണ്. ഒരു ആസ്ട്രോണോമിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലമാണ്. ഫ്രെഡി അത് പറഞ്ഞു കഴിയുമ്പോൾ നെൽസൺ അടുത്തായിട്ട് ചോദിക്കുന്നത് നാസയിൽ നിന്ന് എത്ര മെസ്സേജ് വന്നിട്ടുണ്ടെന്നാണ്. അതിന് ഫ്രെഡി പറയുന്നത് 229 മെസ്സേജ് വന്നിട്ടുണ്ടെന്നാണ്. അങ്ങനെ ഉടനെ തന്നെ നെൽസൺ ആ മെസ്സേജ് ഒക്കെ ചെക്ക് ചെയ്യാൻ തുടങ്ങി. അതിൽ അവന്റെ ഭാര്യയുടെ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു. കുറെ നാളുകൾക്ക് ശേഷം അവന്റെ ഭാര്യയെ കാണുമ്പോൾ അവന് ശരിക്കും സന്തോഷമായി. പിന്നെ ഈ സ്പേസ് ഷിപ്പിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് അവൻ സമയം കളയാൻ ചെയ്യുന്ന പരിപാടി ചെസ് കളിയാണ്. എന്നാൽ അവൻ ഒറ്റയ്ക്കല്ല കളിക്കുന്നത്. അവൻ കളിക്കുന്നത് അവന്റെ ഭാര്യയുടെ കൂടെയാണ്. അതായത് അവൻ ചെസ്സിൽ ഒരു മൂവ്മെന്റ് നടത്തിയതിനു ശേഷം അവനത് വീഡിയോ ആയിട്ട് അവൾക്ക് അയച്ചു കൊടുക്കും. അവൻ ആ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ 1 മണിക്കൂറും 20 മിനിറ്റും കഴിഞ്ഞിട്ടാണ് അവൾക്ക് ആ മെസ്സേജ് റിസീവ് ചെയ്യുക. അങ്ങനെ ആ വീഡിയോ മെസ്സേജ് കണ്ടു കഴിഞ്ഞാൽ അവൾ അടുത്ത മൂവ്മെന്റ് നടത്തും. എന്നിട്ട് അത് അവള് ഇവൻ അയച്ചു കൊടുക്കും. ഇങ്ങനെയാണ് ഇവർ ഈ ചെസ് കളിക്കുന്നത്. ഇത്രയും വർഷത്തെ ഈ യാത്രക്കിടയിൽ അവൻ ആകെയുള്ള ഒരു ആശ്വാസം ഈ ചെസ് കളിയാണ്. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം അവൻ വീണ്ടും അവന് വന്ന മെസ്സേജുകളൊക്കെ ചെക്ക് ചെയ്യാൻ തുടങ്ങി. അതിൽ ബക്കറിന് ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു. അതിലവൻ പറയുന്നത് ചൈനീസ് ഗവൺമെന്റിനെ കുറിച്ചിട്ടാണ്. അവരിപ്പോൾ അവരുടെ മിഷൻ 1 വർഷം ഡിലേ ചെയ്തിരിക്കുകയാണ് എന്നാണ് ബക്കർ ഇപ്പോൾ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അവൻ അതിനെക്കുറിച്ച് വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഫ്രെഡ് അവൻ അടുത്തൊരു മെസ്സേജ് കൊടുക്കുന്നത്. 10 മിനിറ്റിനകം അവർ ടൈറ്റന്റെ ഓർബിറ്റിലേക്ക് എത്തും എന്നാണ് ഫ്രെഡി പറയുന്നത്. അത് കേട്ടതും നെൽസൺ റെഡിയായി. ഇപ്പൊ ടൈറ്റന്റെ ഓർബിറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ സ്പേസ് ഷിപ്പ് അതിന്റെ മുകളിൽ തന്നെയാണ് നിൽക്കുക. എന്നാൽ അത് അവിടെ അങ്ങനെ ചുമ്മാ നിൽക്കത്തില്ല. അതിങ്ങനെ ടൈറ്റനെ വലം വെച്ചോണ്ടിരിക്കും. ആ സമയത്ത് നെൽസൺ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്പേസ് ഷിപ്പിലായിട്ട് സ്പേസ് ഷട്ടിൽ ഘടിപ്പിച്ചിട്ടുണ്ട്, ലാൻഡ് ചെയ്യുന്ന സാധനം. അവൻ അതിലേക്ക് കയറിയിട്ട് ആ സ്പേസ് ഷട്ടിലുമായിട്ടാണ് നേരെ ടൈറ്റനിലേക്ക് ലാൻഡ് ചെയ്യുന്നത്. ഇപ്പൊ അവരുടെ ആ സ്പേസ് ഷിപ്പ് ഓർബിറ്റിലേക്ക് കടന്നു കഴിഞ്ഞാൽ ആ സ്പേസ് ഷട്ടിലിന്റെ പൊസിഷനൊക്കെ റെഡിയാക്കി വെക്കണം. അതിനുള്ള പരിപാടിയാണ് നെൽസൺ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുറച്ച് സമയത്തെ ശ്രമത്തിന് ശേഷം അവൻ അവന്റെ ആ സ്പേസ് ഷട്ടിലും കാര്യങ്ങളൊക്കെ റെഡിയാക്കി. ഇനിയിപ്പോ നാസയിലുള്ള ആൾക്കാർ നിർദ്ദേശിച്ച സമയത്ത് അവൻ ആ സ്പേസ് ഷട്ടിൽ കയറി നേരെ ടൈറ്റനിലേക്ക് പോകണം. അങ്ങനെ അതൊക്കെ സെറ്റാക്കിയതിനു ശേഷം അവൻ തിരിച്ച് റൂമിലേക്ക് വന്നു. ഈ സമയമാകുമ്പോഴേക്ക് ഫ്രെഡി ആണെങ്കിൽ ടൈറ്റനുമായി ബന്ധപ്പെട്ട ചില ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ അവനിപ്പോ നെൽസന് പറഞ്ഞു കൊടുക്കുകയാണ്. അവനിപ്പോ നെൽസന് കാണിച്ചു കൊടുക്കുന്നത് ടൈറ്റന്റെ വടക്കും ഭാഗത്തെ പോളാർ റീജിയൻസിന് ഇമേജസ് ആണ്. ഭൂമിയെ പോലെ തന്നെ ഇഷ്ടം പോലെ തടാകങ്ങൾ അവിടെ കാണുന്നുണ്ട്. എന്നാൽ ആ തടാകങ്ങളിൽ നമ്മുടെ വെള്ളമല്ല, അതിനു പകരം ലിക്വിഡ് മെത്തേനും ഈത്തേനുമാണ്. പിന്നെ ടൈറ്റനിൽ നിന്നും അവർക്ക് വന്ന ആ സിഗ്നൽ ഉണ്ടല്ലോ, ആ സിഗ്നൽ വന്നിരിക്കുന്നതും ഒരു തടാകത്തിൽ നിന്നാണ്. ആ തടാകത്തിന് ഇവർ കൊടുത്തിരിക്കുന്ന പേര് പങ്കാമേർ എന്നാണ്. ആ തടാകത്തിന്റെ അടുത്തായിട്ടാണ് നെൽസൺ ഇപ്പൊ ലാൻഡ് ചെയ്യേണ്ടത്. അവിടെ സോളിഡ് ആയിട്ടുള്ള ഒരു ഭാഗമുണ്ട്, അവിടേക്ക് അവൻ ലാൻഡ് ചെയ്യണം. ഇവൻ ഈ ലാൻഡ് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് -178°C ആണ്. ഇനിയിപ്പോൾ അവൻ ടൈറ്റനിലേക്ക് ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ 6 മണിക്കൂർ സമയമുള്ളൂ. അതിനുള്ളിൽ അവൻ ആ സിഗ്നലിന്റെ സോഴ്സ് കണ്ടുപിടിക്കണം. എന്നിട്ട് തിരിച്ച് അവരുടെ സ്പേസ് ഷിപ്പിലേക്ക് വരികയും വേണം. എങ്കിൽ മാത്രമേ അവർ കാൽക്കുലേറ്റ് ചെയ്ത ടൈമിൽ നെൽസന് നെപ്റ്റ്യൂണിലേക്ക് പോകാൻ പറ്റൂ. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഫ്രെഡ് ഇപ്പം നെൽസന്റെ അടുത്ത് പറയുന്നത്. നെൽസൺ ആണെങ്കിൽ ഫ്രെഡ് പറയുന്നതും കേട്ടുകൊണ്ട് ടൈറ്റന്റെ ആ ഇമേജസും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് നാസയിൽ നിന്നൊരു മെസ്സേജ് വരുന്നത്. അത് ബക്കർ ആയിരുന്നു.
വളരെ സക്സസ്ഫുൾ ആയിട്ട് അവൻ ഈ ടൈറ്റന്റെ ഓർബിറ്റിൽ എത്തിയതിന് ഒരു കൺഗ്രാചുലേഷൻ കൊടുക്കാനാണ് ബെക്കർ ഇപ്പൊ ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അത്രയും പറഞ്ഞതിന് ശേഷം നെൽസന്റെ ഭാര്യയുടെ കാര്യം കൂടെ ബെക്കർ ഇപ്പൊ പറയുന്നുണ്ട്. അതായത് ഇവൻ ഇപ്പൊ അവിടുന്ന് പോന്നിട്ട് കുറെ കാലമായല്ലോ, അതിനെ തുടർന്ന് അവൾക്ക് വല്ലാത്തൊരു ഡിപ്രഷൻ ആയിരുന്നു. എങ്കിലും അങ്ങനെ കാര്യമാക്കാനൊന്നുമില്ല, അവളുടെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം എന്നാണ് ബെക്കർ ആ മെസ്സേജിൽ പറയുന്നത്. ബെക്കർ ഇപ്പൊ വൈഫിന്റെ കാര്യം പറഞ്ഞു കേട്ടപ്പം അവന് ശരിക്കും സങ്കടമായി. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ടൈറ്റനിലേക്ക് ലാൻഡ് ചെയ്യാൻ വേണ്ടി അവൻ ആ സ്പേസ് ഷട്ടിലേക്ക് കയറി. എന്നാൽ സ്പേസ് ഷട്ടിലിനകത്ത് അവൻ അസിസ്റ്റ് ചെയ്യുന്നത് ഫ്രെഡ് അല്ല, അത് മറ്റൊരു AI ആണ്. അതിന്റെ പേര് നീൽ എന്നാണ്. എന്നാൽ ഫ്രെഡ് ആണാണെങ്കിൽ നീൽ ഒരു പെണ്ണാണ്. അവളിപ്പോൾ അവൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുന്ന കേൾക്കുമ്പോൾ തന്റെ ഭാര്യയുടെ ശബ്ദം പോലെയാണ് അവനത് ഫീൽ ചെയ്യുന്നത്. അതിൽ നിന്നും അബിഗയിലാണ് നീലിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്ന കാര്യം അവന് മനസ്സിലായി. അങ്ങനെ ആ സ്പേസ് ഷട്ടിലിന്റെ ഡിസെൻഡിങ് ആരംഭിച്ചു. കുറച്ച് കഷ്ടപ്പാടുണ്ടായിരുന്നു, എങ്കിലും കുഴപ്പമൊന്നും പറ്റാതെ തന്നെ അവൻ ടൈറ്റനിലേക്ക് ലാൻഡ് ചെയ്തു. അതും അവർ പ്ലാൻ ചെയ്ത സ്ഥലത്ത് തന്നെ. ഇനിയിപ്പോൾ അവന് ചെയ്യാനുള്ളത് 2 കാര്യങ്ങളാണ്. ഒന്ന്, ആ സിഗ്നലിന്റെ ഉറവിടം കണ്ടെത്തണം. രണ്ടാമത്തേത്, ടൈറ്റനിൽ നിന്നും കുറച്ച് സാമ്പിൾസ് കളക്ട് ചെയ്യണം. അവന്റെ മുമ്പിലായിട്ട് വലിയൊരു തടാകമുണ്ട്, അതിൽ നിന്നും വെള്ളമാണ് അവന് കളക്ട് ചെയ്യേണ്ടത്. അങ്ങനെ അവൻ അവന്റെ പെട്ടിയിൽ നിന്നും അവന്റെ ടൂൾസും കാര്യങ്ങളൊക്കെ എടുത്തു. അവന്റെ കയ്യിൽ ഒരു ഡിവൈസ് ഉണ്ട്, അത് വെച്ചാണ് ആ സിഗ്നൽ എവിടെ നിന്നാണ് വരുന്നത് എന്നവൻ ചെക്ക് ചെയ്യുന്നത്. ഇപ്പൊ അവൻ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ആ സിഗ്നൽ കുറച്ച് ദൂരത്തു നിന്നാണ് വരുന്നത്, അതിന് കുറച്ച് അപ്പുറത്തേക്ക് പോകണം. അതിനു മുമ്പായിട്ട് അവനൊരു പൈപ്പ് എടുത്തിട്ട് ആ തടാകത്തിലേക്ക് ഇടുകയാണ്. എന്നിട്ട് അതിലെ വെള്ളമൊക്കെ കളക്ട് ചെയ്യാൻ വേണ്ടി അവൻ AI ആയ നീലിനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ആ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തതിനു ശേഷം അവൻ ആ സിഗ്നലും അന്വേഷിച്ചിട്ട് പോവാണ്. അങ്ങനെ അവൻ കുറെ നടന്ന് ഒരു സ്ഥലത്ത് എത്തുമ്പോഴാണ് നീൽ അവന്റെ അടുത്തൊരു കാര്യം പറയുന്നത്. അതായത് അവനിപ്പോ നിൽക്കുന്ന സ്ഥലത്തേക്ക് ഒരു കൊടുങ്കാറ്റ് വരുന്നുണ്ട്. ആ കൊടുങ്കാറ്റിൽ അടങ്ങിയിരിക്കുന്നത്, ആ കൊടുങ്കാറ്റിനകത്തും മീഥേൻ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തിരിച്ചു വരുന്നതായിരിക്കും നല്ലത് എന്നാണ് നീലു പറയുന്നത്. എന്നാൽ നെൽസൺ അതിന് സമ്മതിക്കുന്നില്ല. ഞാൻ ആ സിഗ്നലിന്റെ അടുത്തേക്ക് എത്താറായി, അതിന്റെ ഉറവിടം കണ്ടെത്തിയിട്ടേ ഞാൻ വരുന്നുള്ളൂ എന്നാണ് അവൻ പറയുന്നത്. അങ്ങനെ കുറച്ചും കൂടെ മുന്നിലേക്ക് എത്തിക്കഴിയുമ്പോഴാണ് അവനൊരു കാര്യം മനസ്സിലാവുന്നത്. ആ സിഗ്നൽ വരുന്നത് ആ തടാകത്തിന്റെ നടുവിൽ നിന്നാണ്. ആ തടാകത്തിലേക്ക് ഇറങ്ങിയാൽ മാത്രമേ ആ സിഗ്നൽ എന്തിൽ നിന്നാണ് വരുന്നത് എന്ന കാര്യം അവന് മനസ്സിലാവത്തുള്ളൂ. അതുകൊണ്ട് തന്നെ അവൻ നീലിനോട് ചോദിക്കുന്നത്, ഞാനിപ്പോൾ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങിയാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നാണ്. അതേക്കെന്ന് നീലു പറയുന്നത്, ഈ വെള്ളം എന്ന് പറയുന്നത് ലിക്വിഡ് മെത്തേൻ ആണ്. ഇപ്പൊ നിങ്ങൾ സ്യൂട്ട് ധരിച്ചതുകൊണ്ട് ഇതിലേക്ക് ഇറങ്ങിയെന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ല. പക്ഷെ സ്യൂട്ടിൽ ഓട്ട വീഴാതെ നോക്കണം. പിന്നെ ടൈറ്റനിലെ ഗ്രാവിറ്റി കുറവാണ്, അതുകൊണ്ട് വെള്ളത്തിൽ ഇറങ്ങാനും അവിടെ നിന്ന് കയറിപ്പോരാനും നിങ്ങൾക്ക് കുറച്ച് ഈസി ആയിരിക്കും എന്നാണ് നീലു പറയുന്നത്. അങ്ങനെ അവൻ വേഗം തന്നെ ആ വെള്ളത്തിലേക്ക് ഇറങ്ങി. അതിനുശേഷം അവിടെ മൊത്തം സെർച്ച് ചെയ്യാൻ തുടങ്ങി. കുറെ നേരം സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ അവൻ ആ ട്രാൻസ്മിറ്റർ കിട്ടി. അതൊരു ബോൾ പോലെയാണ് ഇരിക്കുന്നത്. പക്ഷെ അത് നോക്കിയിട്ട് അവൻ എന്താണ് സംഭവം എന്ന് മനസ്സിലായിട്ടില്ല. അങ്ങനെ അവൻ വേഗം തന്നെ അവന്റെ കയ്യിലുള്ള ഒരു ബോക്സിലേക്ക് അത് വെച്ചു. ഈ സമയമാകുമ്പോഴേക്കും ആ കൊടുങ്കാറ്റ് അങ്ങോട്ട് എത്തി. ഇനിയിപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ പണി കിട്ടും എന്നവനറിയാം. അതുകൊണ്ട് തന്നെ അവൻ വേഗം അവൻ ആ സ്പേസ് ഷട്ടിലിന്റെ അടുത്തേക്ക് ഓടുകയാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ അവൻ ആ സ്പേസ് ഷട്ടിലിനകത്തേക്ക് കയറി. എന്നിട്ട് വേഗം അത് ഉയർത്താനാണ് അവൻ നീലിന്റെ അടുത്ത് പറയുന്നത്. എന്നാൽ ഇപ്പൊ നീല് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കൊടുങ്കാറ്റ് ഇപ്പൊ നമ്മളുടെ അടുത്തേക്ക് എത്തി. ഇപ്പൊ ഞാൻ ഈ സ്പേസ് ഷട്ടിൽ ഇവിടെ നിന്ന് ഉയർത്താണെങ്കിൽ നമുക്ക് മുകളിലേക്ക് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ കൊടുങ്കാറ്റൊക്കെ ഒന്ന് ഒതുങ്ങട്ടെ, നിങ്ങൾ ഇതിനകത്ത് സേഫ് ആണ്, വേറെ ഒരു കുഴപ്പം ഉണ്ടാവത്തില്ല എന്നാണ് നീലു പറയുന്നത്. നെൽസൺ ആണെങ്കിൽ സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ അവൻ ആ സ്പേസ് ഷട്ടിൽ വെയിറ്റ് ചെയ്യാൻ തുടങ്ങി. ഈ സമയം പിന്നെ അവൻ ആ ബോൾ എടുത്ത് നോക്കുന്നുണ്ട്. ഇപ്പോഴും അവനത് എന്താണെന്ന് മനസ്സിലായിട്ടില്ല. അവൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ താഴേക്ക് വെച്ചു. അതിനുശേഷം നീലിന്റെ അടുത്ത് ചില കാര്യങ്ങൾ ചോദിക്കുകയാണ്. ഈ ഒബ്ജക്റ്റിൽ നിന്നും എന്തെങ്കിലും റേഡിയേഷൻ വല്ലതും വരുന്നുണ്ടോ എന്നാണ് അവൻ ചോദിക്കുന്നത്. അതേക്കെന്ന് നീലു പറയുന്നത്, ഇതിൽ നിന്നും ആ സിഗ്നൽ അല്ലാതെ വേറൊന്നും വരുന്നില്ല. പിന്നെ നമ്മുടെ പ്രോട്ടോകോൾ പ്രകാരം നിങ്ങൾ അതിങ്ങനെ ടച്ച് ചെയ്ത് കളിക്കരുത്, അത് ഉടനെ തന്നെ അതിന്റെ സ്റ്റോറേജ് ബോക്സിലേക്ക് വെക്കണം എന്നാണ് നീലു പറയുന്നത്. എന്നാൽ നീൽ അങ്ങനെ ഒരു നിർദ്ദേശം കൊടുത്തിട്ടും അവനത് ചെയ്യുന്നില്ല. ഇത്രയും സമയം അവൻ ഗ്ലൗസ് ഇട്ടിട്ടായിരുന്നു ആ ബോൾ പിടിച്ചത്. ഇപ്പൊ അവൻ ഗ്ലൗസ് ഒഴിവാക്കിയിട്ട് അവൻ വെറും കൈ കൊണ്ട് ആ ബോൾ ഒന്ന് ടച്ച് ചെയ്യാണ്. എന്നാൽ ഇപ്പൊ ടച്ച് ചെയ്ത് കഴിഞ്ഞപ്പം അതിൽ നിന്നൊരു ലൈറ്റ് കത്തി. മാത്രമല്ല പെട്ടെന്നാണ് അവനൊരു വിഷം വരുന്നത്. അത് കുറെ നക്ഷത്രങ്ങളായിരുന്നു. അവൻ ശരിക്കും ഞെട്ടിപ്പോയി. അതോടുകൂടെ ആ ബോൾ അവന്റെ കയ്യിൽ നിന്ന് താഴേക്ക് വീഴുകയും ചെയ്തു. അങ്ങനെ അവൻ അതിൽ നിന്ന് വിട്ട് കഴിഞ്ഞപ്പം അതിൽ ലൈറ്റ് ഓഫായി. ഈ സമയം അവൻ പിന്നെയും നീലിനെ വിളിച്ചു. എന്താണ് ഇപ്പൊ സംഭവിച്ചത് എന്നാണ് അവൻ ചോദിക്കുന്നത്. അതേക്കെന്ന് നീല് പറയുന്നത്, നിങ്ങൾ ആ ഒബ്ജക്റ്റിൽ ടച്ച് ചെയ്തപ്പം അത് തിരിച്ച് റെസ്പോണ്ട് ചെയ്തു. ആ റെസ്പോണ്ട് ചെയ്ത ആ കുറച്ച് സമയം ആ സിഗ്നൽ വരുന്നത് കട്ടാവുകയും ചെയ്തു. എന്നാൽ ഇപ്പൊ നിങ്ങൾ അതിൽ നിന്ന് വിട്ട് കഴിഞ്ഞപ്പം പിന്നെയും സിഗ്നൽ വരുന്നുണ്ട് എന്നാണ് നീലു പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ അവന് ശരിക്കും ടെൻഷനായി. താൻ ഇനി വല്ല മണ്ടത്തരം കാണിച്ചോ എന്നാണ് അവനിപ്പോൾ ചിന്തിക്കുന്നത്. അങ്ങനെ അവൻ പെട്ടെന്ന് തന്നെ ആ ഒബ്ജക്റ്റ് എടുത്തിട്ട് അവിടുത്തെ സ്റ്റോറേജ് ബോക്സിലേക്ക് വെച്ചിട്ട് ക്ലോസ് ചെയ്യാണ്. ഈ സമയമാകുമ്പോഴേക്കും ആ കാറ്റൊക്കെ ഒന്ന് ഒതുങ്ങി. അതിനെ തുടർന്ന് അവരവരുടെ സ്പേസ് ഷട്ടിലുമായിട്ട് അവിടുന്ന് പോവാണ്. അങ്ങനെ കുറച്ച് സമയത്തെ യാത്രയ്ക്ക് ശേഷം അവരവരുടെ സ്പേസ് ഷിപ്പിലേക്ക് എത്തി. നെൽസൺ ഉടനെ തന്നെ ആ സ്പേസ് ഷട്ടില് സ്പേസ് ഷിപ്പുമായിട്ട് ഡോക്ക് ചെയ്യാണ്. അങ്ങനെ ടൈറ്റനിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അവൻ അവന്റെ അടുത്ത യാത്ര ആരംഭിച്ചു. ഇനി അടുത്തതായിട്ട് അവൻ പോകുന്നത് നെപ്റ്റ്യൂണിലേക്കാണ്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. അവനിപ്പോൾ നാസയിലേക്ക് അയക്കാൻ വേണ്ടി ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യാണ്. അവനിപ്പോൾ ട്രാൻസ്മിറ്റർ കണ്ടെത്തിയല്ലോ, അതിനെക്കുറിച്ചാണ് അവൻ ആ വീഡിയോയിൽ പറയുന്നത്. ഇതൊരു ബോൾ പോലെയാണ് ഇരിക്കുന്നത്, പക്ഷെ ഇതിന് പവർ സോഴ്സ് ഒന്നുമില്ല. എങ്കിലും ഇതിൽ നിന്നും ആ സിഗ്നൽ ഇപ്പോഴും ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളെ എനിക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുള്ളൂ. ഞാൻ എന്തായാലും ഇതിന്റെ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കട്ടെ, പിന്നെ കുറച്ചുകൂടെ എനിക്ക് വിശകലനം ചെയ്യാനുണ്ട്. അതിനുശേഷം ബാക്കി റിപ്പോർട്ടൊക്കെ ഞാൻ അയച്ചു തരാം എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവൻ ആ വീഡിയോയിൽ റെക്കോർഡ് ചെയ്യുന്നത്. അതിനുശേഷം അവനത് നാസയ്ക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ആ വീഡിയോ സെൻഡ് ചെയ്തതിന് ശേഷം അവൻ അടുത്തായിട്ട് ആ ബോളിന്റെ കുറച്ച് ഫോട്ടോസ് എടുക്കാൻ തുടങ്ങി. ഇപ്പൊ കുറെ നേരമായിട്ട് അവൻ അത് തന്നെ ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്ര സമയമായിട്ടും അതെന്താണ് സംഭവം എന്നതിനെ കുറിച്ച് ഒരു ഐഡിയ അവന് കിട്ടിയിട്ടില്ല.
അങ്ങനെ ആ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് നാസയിൽ നിന്ന് അവന് മെസ്സേജ് വരുന്നത്. അത് ബെക്കറിന്റെ മെസ്സേജ് ആയിരുന്നു. അവൻ വല്ലാത്തൊരു സന്തോഷത്തിലാണ്. എന്തായാലും നീ ഫസ്റ്റ് ട്രാൻസ്മിറ്റർ കണ്ടെടുത്തല്ലോ, വളരെ സന്തോഷം. ഞങ്ങളിപ്പം അതിന്റെ മുഴുവൻ ഡീറ്റെയിൽസിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. പിന്നെ എനിക്ക് നിന്നോടൊരു പ്രത്യേക കാര്യം പറയാനുണ്ട്. ഒരു കാരണവശാലും നീ അതിൽ ടച്ച് ചെയ്യാൻ പോകരുത് എന്നാണ് ബെക്കർ പറയുന്നത്. അത്രയും മാത്രമേ ആ മെസ്സേജിൽ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ആ മെസ്സേജ് കണ്ടു കഴിയുമ്പോൾ നെൽസൺ അടുത്ത മെസ്സേജ് അയക്കുകയാണ്. അതിലവൻ പറയുന്നത് അവൻ ആ ബോളിൽ ടച്ച് ചെയ്ത കാര്യമാണ്. അതായത് അവൻ ടച്ച് ചെയ്തപ്പം അവനൊരു ഹാലൂസിനേഷൻ ഉണ്ടായി. പക്ഷെ എന്താണ് സംഭവം എന്ന കാര്യം അവന് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് ഒന്നുകൂടെ ഞാനൊന്ന് ടച്ച് ചെയ്തോട്ടെ എന്നൊരു ചോദ്യമാണ് അവൻ ആ മെസ്സേജിൽ അയക്കുന്നത്. അങ്ങനെ അതയച്ചു കഴിഞ്ഞ് ഇനിയിപ്പോൾ അതിന്റെ റിപ്ലൈ വരാൻ കുറച്ച് സമയമെടുക്കും. ആ ഒരു ഗ്യാപ്പിൽ അവനിപ്പോൾ ആ ടൈറ്റിൽ നിന്ന് കളക്ട് ചെയ്ത വെള്ളമാണ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ അത് അനലൈസ് ചെയ്തിട്ട് ഫ്രെഡിയാണ് അവന് റിപ്പോർട്ട് കൊടുക്കുന്നത്. നെൽസൺ ഇപ്പൊ അതിനും വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയം കഴിയുമ്പോൾ ഫ്രെഡി അവന് ഡീറ്റെയിൽസ് കൊടുത്തു. അവനിപ്പോൾ അവന്റെ കമ്പ്യൂട്ടറിൽ അത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ കാഴ്ച അവനെ ശരിക്കും അത്ഭുതപ്പെടുത്തി കളഞ്ഞു. ടൈറ്റനിൽ നിന്ന് എടുത്ത ആ വെള്ളത്തിൽ അമിനോ ആസിഡ്സിന്റെ സാന്നിധ്യമുണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടൈറ്റന്റെ അന്തരീക്ഷം എന്ന് പറയുന്നത് ഭൂമിയുമായിട്ട് നല്ല സാമ്യതയുണ്ട്. അതാണ് ആ പരിശോധനയിൽ അവന് മനസ്സിലാവുന്നത്. വലിയൊരു കണ്ടുപിടുത്തമാണ് അവനിപ്പോൾ നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൻ വളരെ സന്തോഷത്തിൽ നിൽക്കുകയാണ്. അതിനിടയിലാണ് അവന് വീണ്ടും ഒരു മെസ്സേജ് വരുന്നത്. ബെക്കറാണ് എന്നാണ് അവൻ വിചാരിച്ചിരുന്നത്. എന്നാൽ അവൻ അത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അത് അബിഗയിലാണ്. അവിടെ വല്ലാത്തൊരു വിഷമത്തോടെയാണ് ആ മെസ്സേജ് അയച്ചിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചൈനീസ് ഹാക്കേഴ്സ് ഈ നെൽസന്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ഇവളുടെ കമ്പ്യൂട്ടർ ഹാക്ക് ചെയ്തു. കുറെ ദിവസമായിട്ട് അവളുടെ വെബ് ക്യാം മൊത്തം കൺട്രോൾ ചെയ്തിരുന്നത് ആ ഹാക്കേഴ്സ് ആണ്. ഈ കാര്യം നാസയിലും അറിഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ മിഷനിൽ നിന്നും അവർ ഇവളെ ബാൻ ചെയ്തിരിക്കുകയാണ്. ഈ ഒരു കാര്യമാണ് അവൾ ആദ്യം പറയുന്നത്. അതിനുശേഷം അവൾ അവനെ എത്രത്തോളം മിസ് ചെയ്യുന്നുണ്ട് എന്നതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇപ്പൊ മരിച്ച ഒരാൾക്ക് കത്തയക്കുന്ന പോലെയാണ് അവൾക്ക് ഫീൽ ചെയ്യുന്നത് എന്നൊക്കെയാണ് അവൾ അതിൽ പറയുന്നത്. അതെല്ലാം കേട്ട് നെൽസൺ ആണെങ്കിൽ ശരിക്കും വിഷമിച്ചിരിക്കുകയാണ്. അങ്ങനെ ആ മെസ്സേജ് കണ്ടതിന് ശേഷം അവനിപ്പോൾ അബിഗയിലിന് തിരിച്ചൊരു മെസ്സേജ് അയക്കുകയാണ്. നിന്നെ കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ നീ വിചാരിക്കുന്ന പോലെ ഞാൻ മരിച്ചിട്ടൊന്നുമില്ല, ഞാൻ ഇവിടെ തന്നെയുണ്ട്. എന്തായാലും ഞാൻ പറഞ്ഞ സമയത്തിന് ഞാൻ നിന്റെ അടുത്തേക്ക് തിരിച്ചു വരും എന്നൊക്കെ പറഞ്ഞ് അവളെ സമാധാനിപ്പിച്ചുകൊണ്ടുള്ള ഒരു മെസ്സേജാണ് അവനിപ്പോൾ അയക്കുന്നത്. അങ്ങനെ 32 മാസങ്ങൾ കഴിഞ്ഞു. അവന്റെ ആ സ്പേസ് ഷിപ്പ് ഇപ്പം നെപ്റ്റ്യൂണിന്റെ അടുത്തേക്ക് എത്തി. ഈ സമയം അവൻ ഉറക്കത്തിലാണ്. എന്നാൽ ഈ ഉറങ്ങുന്ന സമയത്ത് അവനിങ്ങനെ സ്വപ്നങ്ങൾ കാണുന്നുണ്ട്. അതിൽ ആദ്യം അവൻ കാണുന്നത് കടലാണ്, പിന്നെ കുറെ നക്ഷത്രങ്ങൾ, പിന്നെ കാണുന്നത് ഒരു ചെസ് ബോർഡാണ്. അതിനെ തുടർന്ന് അവനും അവന്റെ ഭാര്യയും കൂടെ ഒരു ഗ്രൗണ്ടിൽ കിടക്കുന്ന അവൻ കണ്ടു. ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് അവൻ ആ സ്വപ്നത്തിൽ കാണുന്നത്. ഈ സമയം തന്നെ ആ സ്പേസ് ഷിപ്പ് ആണെങ്കിൽ നെപ്റ്റ്യൂണിന്റെ ഉപഗ്രഹമായ ട്രൈറ്റന്റെ അടുത്തേക്ക് എത്തി. നെൽസൺ ഇപ്പം അവന്റെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റു. കുളിയൊക്കെ കഴിഞ്ഞ് അവനിപ്പോൾ അവിടെ ഒരു സ്ഥലത്തിരിക്കുകയാണ്. ഈ സമയത്താണ് ഫ്രെഡി അവന്റെ അടുത്ത് ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. ഇവൻ ഈ ഉറങ്ങുന്ന സമയത്ത് നാസ ചില റിപ്പോർട്ടുകളൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ അവിടുത്തെ സിസ്റ്റംസിനൊക്കെ എന്തൊക്കെയോ തകരാറ് പറ്റി. അതുകൊണ്ട് തന്നെ ട്രൈറ്റന്റെ ഉപരിതലത്തിലുള്ള കാര്യങ്ങളൊന്നും അവർക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതായത് ട്രൈറ്റനെ കുറിച്ച് അവർക്ക് ഒരു വിവരവുമില്ല. ഇനിയിപ്പോൾ ട്രൈറ്റന്റെ ഓർബിറ്റിലേക്ക് ചെന്നിട്ട് നെൽസൺ തന്നെ അതൊക്കെ കണ്ടെത്തണം. പക്ഷെ അത് വലിയ പ്രശ്നമുള്ള കാര്യമല്ല. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് തീരെ ടൈമില്ല. അതായത് 24 മണിക്കൂറിനുള്ളിൽ ഇവർ ട്രൈറ്റന്റെ ഓർബിറ്റിലേക്ക് ചെന്ന് ട്രൈറ്റനെ കുറിച്ചിട്ടുള്ള മുഴുവൻ ഡീറ്റെയിൽസും കണ്ടെടുക്കണം. അതിൽ ആ സിഗ്നൽ എവിടെ നിന്നാണ് വരുന്നത് എന്ന കാര്യം അവർ ചെക്ക് ചെയ്യണം. എന്നിട്ട് ആ കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തതിന് ശേഷമാണ് നെൽസൺ ട്രൈറ്റനിലേക്ക് ലാൻഡ് ചെയ്യേണ്ടത്. എന്നിട്ട് ആ ട്രാൻസ്മിറ്റർ അവിടെ ചെന്നെടുക്കണം. എന്നിട്ട് തിരിച്ച് ഈ ഷിപ്പിലേക്ക് വരികയും വേണം. ഇതെല്ലാം 24 മണിക്കൂറിനുള്ളിൽ നടക്കണം. എങ്കിൽ മാത്രമേ ഇവർ പ്ലാൻ ചെയ്ത സമയത്ത് ഇവർക്ക് അടുത്ത ഗ്രഹത്തിലേക്ക് പോകാൻ പറ്റൂ. ഈ കാര്യമാണ് ഫ്രെഡി ആദ്യം പറയുന്നത്. അതിനുശേഷം പറയുന്നത് അവന്റെ ഉറക്കത്തെക്കുറിച്ചാണ്. അവൻ ഈ ഉറങ്ങിക്കൊണ്ടിരുന്ന സമയത്ത് ആ ബോൾ ഉണ്ടല്ലോ, അതിൽ നിന്ന് വരുന്ന ട്രാൻസ്മിഷന് എന്തൊക്കെയോ ചില വേരിയേഷൻസ് സംഭവിച്ചു. മാത്രമല്ല ആ വേരിയേഷൻസ് സംഭവിക്കുന്ന സമയത്ത് നെൽസന്റെ ബ്രെയിൻ ആക്ടിവിറ്റിയിലും വേരിയേഷൻസ് സംഭവിച്ചിട്ടുണ്ട്. ആ കാര്യമാണ് ഫ്രെഡി പറയുന്നത്. അതിൽ നിന്നും അപ്പൊ താൻ കണ്ടതൊന്നും സ്വപ്നമല്ല, അത് ആ ബോള് കാരണം സംഭവിച്ചതാണ് എന്ന കാര്യം നെൽസന് മനസ്സിലായി. അങ്ങനെ ഫ്രെഡുമായിട്ട് സംസാരിച്ചതിന് ശേഷം അവനിപ്പോൾ റെഡിയായി. ഈ സമയത്താണ് ബെക്കറിന് ഒരു മെസ്സേജ് അവന് കിട്ടുന്നത്. ബെക്കർ അതിൽ പറയുന്നതും അവൻ ഉറങ്ങുന്ന സമയത്ത് ആ ഒബ്ജക്റ്റിലെ സിഗ്നലിൽ നിന്നുണ്ടായ വേരിയേഷനെ കുറിച്ചാണ്. അയാൾ പറയുന്നത് കുറച്ച് സെക്കൻഡ് നേരത്തേക്ക് ബൈനറി കോഡ് പോലെ എന്തോ ഒരു കോഡാണ് അത് ട്രാൻസ്മിറ്റ് ചെയ്തത്. എന്നാൽ കുറച്ച് സെക്കൻഡ് നേരത്തേക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞപ്പം അത് പഴയതുപോലെ തന്നെ സിഗ്നൽ അയക്കാൻ തുടങ്ങി. ഞങ്ങൾ ആ ബൈനറി കോഡ് എന്താണെന്ന് ക്രാക്ക് ചെയ്യാനൊക്കെ ശ്രമിച്ചു നോക്കി. പക്ഷെ അതിൽ നിന്നും ഞങ്ങൾക്ക് ഒരു തേങ്ങയും മനസ്സിലായിട്ടില്ല. ഞങ്ങളിപ്പോൾ വിചാരിക്കുന്നത് നീ അതിൽ ടച്ച് ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നാണ്. നമ്മുടെ സെക്രട്ടറിയും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട്. പുള്ളി നല്ല കലിപ്പിലാണ്. അതുകൊണ്ട് ഞാൻ നിന്നോടൊരു കാര്യം പറയാം, ഇനി മേലെ നീ അതിൽ ടച്ച് ചെയ്യാൻ പോയേക്കരുത് എന്നൊക്കെയാണ് അവൻ ആ മെസ്സേജ് പറയുന്നത്. എന്നാൽ നെൽസൺ ആണെങ്കിൽ അത് വലിയ കാര്യമാക്കുന്നൊന്നുമില്ല. അങ്ങനെ ആ മെസ്സേജ് കണ്ടതിന് ശേഷം അവൻ അവന്റെ കമ്പ്യൂട്ടറിലെ ഡാറ്റാസ് ഒക്കെ ചെക്ക് ചെയ്യാൻ തുടങ്ങി. അതിൽ നിന്നും അവന് വളരെ സീക്രട്ട് ആയിട്ടുള്ളൊരു മെസ്സേജ് കിട്ടി. ബെക്കർ തന്നെയാണ് അത് അയച്ചിരിക്കുന്നത്. അതിൽ പറയുന്നത് ഫ്രെഡിയെ കുറിച്ചാണ്. ഞങ്ങളിവിടെ ചെക്ക് ചെയ്തതിൽ നിന്നും ഫ്രെഡി ആരോ ഹാക്ക് ചെയ്ത പോലെയാണ് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് മനസ്സിലായത്. പക്ഷെ അത് കൺഫേം അല്ല. എന്തായാലും ഫ്രെഡിയെ നീ ഒന്ന് ശ്രദ്ധിച്ചേക്കണം എന്നാണ് ആ മെസ്സേജ് പറയുന്നത്. ഈ ഒരു മെസ്സേജ് ഫ്രെഡി കണ്ടിട്ടില്ല.
അങ്ങനെ ആ മെസ്സേജ് വായിച്ചതിന് ശേഷം നെൽസൺ ഫ്രെഡിയുടെ അടുത്തൊന്ന് സംസാരിച്ചു നോക്കി. പക്ഷെ അവന്റെ സംസാരത്തിൽ അവനെ സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന കാര്യം നെൽസന് മനസ്സിലായി. അങ്ങനെ പിന്നെ അവൻ ആ ബോൾ എടുത്തു, എന്നിട്ട് ഗ്ലൗസ് ഊരി വെച്ചിട്ട് അതിൽ ടച്ച് ചെയ്യുകയും ചെയ്തു. ഇപ്പൊ അവൻ ക്ലിയർ ആയിട്ട് കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. എന്തൊക്കെയാണ് അവൻ കണ്ടത് എന്നതിനെ കുറിച്ചൊക്കെ അവൻ ഫ്രെഡിയുടെ അടുത്ത് പറഞ്ഞു. എന്നിട്ട് എത്രയും പെട്ടെന്ന് ഇതൊക്കെ നാസയിലേക്ക് അയച്ചു കൊടുക്കാനാണ് അവൻ ഇപ്പോൾ ഫ്രെഡിയുടെ അടുത്ത് പറയുന്നത്. ഫ്രെഡി ആണെങ്കിൽ അതുപോലെ ചെയ്യുകയും ചെയ്തു. ഈ സമയമാകുമ്പോഴേക്കും അവരുടെ സ്പേസ് ഷിപ്പ് ആണെങ്കിൽ ഇപ്പൊ ട്രൈറ്റന്റെ മുകളിലാണ്. ഇപ്പൊ അങ്ങോട്ട് ലാൻഡ് ചെയ്യാൻ വേണ്ടി നെൽസൺ ആ സ്പേസ് ഷട്ടിലേക്ക് കയറി. അവിടെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവനൊരു മെസ്സേജ് വരുന്നത്. അത് ബെക്കർ ആയിരുന്നു. ബെക്കർ പറയുന്നത് ആ ചൈനീസ് മിഷനെ കുറിച്ചാണ്. അവർ ആ മിഷൻ സ്റ്റാർട്ട് ചെയ്തു. എന്നാൽ ആ മിഷനിടയിൽ എന്തോ ഒരു ആക്സിഡന്റ് സംഭവിച്ചു. അതിനെ തുടർന്ന് ആ മിഷനിലുള്ള മുഴുവൻ ആൾക്കാരും മരിച്ചുപോയി എന്നാണ് ബെക്കർ ആ മെസ്സേജ് പറയുന്നത്. അത് കേൾക്കുമ്പോൾ അവന് ചെറിയൊരു ടെൻഷൻ ഉണ്ട്. എങ്കിലും താഴേക്ക് ഇറങ്ങാം എന്തിനാണ് അവൻ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ പെട്ടെന്ന് തന്നെ അവൻ ട്രൈറ്റനിലേക്ക് ലാൻഡ് ചെയ്യാണ്. ഈ ട്രൈറ്റൻ എന്ന് പറയുന്നത് ഐസ് മൂടിക്കിടക്കുന്ന ഒരു ഗ്രഹമാണ്. അങ്ങനെ ആ സിഗ്നലും സെർച്ച് ചെയ്തിട്ട് അവനെതിരെ നടക്കാൻ തുടങ്ങി. കുറെ നേരത്തെ സെർച്ചിങ്ങിനൊടുവിൽ ഒരു വലിയ ക്രേറ്ററിന്റെ അകത്തു നിന്നാണ് ആ സിഗ്നൽ വരുന്നത് എന്ന കാര്യം അവന് മനസ്സിലായി. അതിന് നല്ല ആഴം ഉണ്ടായിരുന്നു. അത്രയും ആഴം അവൻ പ്രതീക്ഷിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ റോപ്പും കാര്യങ്ങളൊന്നും എടുക്കാതെയാണ് അവന് പങ്കെടു വന്നത്. ഇനിയിപ്പോൾ തിരിച്ചു പോയത് എടുക്കാനും സമയമില്ല. അതുകൊണ്ട് അവൻ താഴേക്ക് ഇറങ്ങാൻ തുടങ്ങി. അങ്ങനെ പെട്ടെന്ന് തന്നെ അവൻ ആ ക്രേറ്ററിലേക്ക് എത്തി. അവിടെ സെർച്ച് ചെയ്തതിൽ നിന്നും അവൻ ആ ട്രാൻസ്മിറ്റർ കിട്ടി. അത് നേരത്തെ പോലെ തന്നെ ഒരു ബോളായിരുന്നു. അവൻ ഉടനെ തന്നെ അതൊരു ബോക്സിലേക്ക് വെച്ചിട്ട് അവിടെ നിന്ന് തിരിച്ചു കയറാൻ തുടങ്ങി. എന്നാൽ കുറച്ച് മുകളിലേക്ക് എത്തുമ്പോൾ അവന്റെ കയ്യിൽ നിന്നും ആ പെട്ടി താഴേക്ക് വീണു. ഇനിയിപ്പോൾ അത് എടുക്കാതെ അവന് തിരിച്ചു പോകാനും പറ്റത്തില്ല. അതുകൊണ്ട് അവൻ പിന്നെയും താഴേക്ക് ഇറങ്ങുകയാണ്. എന്നാൽ ഈ സമയം നീൽ അവൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. 3 മിനിറ്റിനകം നമ്മൾ ഇവിടുന്ന് തിരിച്ചു പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ പ്ലാനുകളും പൊളിയും എന്നാണ് നീലു പറയുന്നത്. അങ്ങനെ അവൻ വളരെ കഷ്ടപ്പെട്ട് തിരിച്ച് താഴേക്ക് ഇറങ്ങി വന്നിട്ട് ആ ബോളും എടുത്തു. എന്നിട്ട് 3 മിനിറ്റിനുള്ളിൽ തന്നെ അവൻ അവന്റെ സ്പേസ് ഷട്ടിലേക്ക് എത്തി. അങ്ങനെ പെട്ടെന്ന് തന്നെ അവൻ ട്രൈറ്റനിൽ നിന്ന് തിരിച്ചു പോവുകയാണ്. അങ്ങനെ തിരിച്ചവന്റെ സ്പേസ് ഷിപ്പിലേക്ക് എത്തിയതിനു ശേഷം അവൻ ട്രൈറ്റനിൽ നിന്ന് കളക്ട് ചെയ്ത ഐസാണ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ചെക്ക് ചെയ്തതിനു ശേഷം അതൊന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടി അവൻ ഫ്രെഡിയെ ഏൽപ്പിച്ചു. ഈ സമയത്താണ് അവനൊരു വീഡിയോ മെസ്സേജ് വരുന്നത്. അവൻ നോക്കുമ്പോൾ അത് അവന്റെ വൈഫാണ്. ഇത്തവണയും അവനെ വിഷമിപ്പിക്കുന്ന കുറെ കാര്യങ്ങളാണ് അവൾ ആ മെസ്സേജ് പറയുന്നത്. അങ്ങനെ വളരെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ആ അനാലിസിസ് ഒക്കെ കഴിഞ്ഞിട്ട് ഫ്രെഡി അവൻ്റെ അടുത്ത് സംസാരിക്കുന്നത്. ട്രൈറ്റന്റെ ഉപരിതലത്തിൽ എന്താണുള്ളത് എന്നതിനെ കുറിച്ചാണ് ഫ്രെഡി ഇപ്പോൾ സംസാരിക്കുന്നത്. അതിന്റെ ഉപരിതലത്തിൽ ഫ്രോസൺ വാട്ടറും പിന്നെ കാർബൺ ഡയോക്സൈഡും ആണുള്ളത്. പിന്നെ നൈട്രജന്റെ ഐസ് ക്രിസ്റ്റൽസും ഉണ്ട്. ഇതുകൂടാതെ ഐസിന്റെ രൂപത്തിലുള്ള അമോണിയ, മെത്തേൻ, കാർബൺ മോണോക്സൈഡ്, പിന്നെ ക്ലോറൈഡും മഗ്നീഷ്യവും. ഇത്രയും കാര്യങ്ങളാണ് ആ സാമ്പിളിൽ നിന്ന് ഫ്രെഡിക്ക് മനസ്സിലായത്. പിന്നെ മറ്റു ചില കാര്യങ്ങൾ കൂടെ ഫ്രെഡി ഇപ്പൊ നെൽസന്റെ അടുത്ത് പറയുന്നുണ്ട്. അതായത് നെൽസൺ ട്രൈറ്റന്റെ ഉപരിതലത്തിലേക്ക് പോയ സമയത്ത് ഈ ഫ്രെഡി റേഡിയോ സിഗ്നൽ വെച്ച് ട്രൈറ്റന്റെ ഉപരിതലം മൊത്തം സ്കാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് അവന് മനസ്സിലായ കാര്യമാണ് അവനിപ്പോ നെൽസന്റെ അടുത്ത് പറയുന്നത്. അതായത് ഈ ട്രൈറ്റന്റെ ഉപരിതലം എന്ന് പറയുന്നത് മൊത്തം ഐസാണ്. 1.5 കിലോമീറ്റർ തിക്നെസ് ഉണ്ട് അതിന്. എന്നാൽ ആ ഐസിന്റെ അടിയിലായിട്ട് കടല് കാണുന്നുണ്ട്. ആ കടലില് മൂവ് ചെയ്യുന്ന ചില ഭാഗങ്ങൾ അവൻ കണ്ടു എന്ന് പറഞ്ഞിട്ട് അവൻ അതിന്റെ വിഷ്വൽസ് ഒക്കെ നെൽസന് കാണിച്ചു കൊടുക്കുകയാണ്. ആ മൂവ് ചെയ്യുന്ന ഭാഗങ്ങളൊക്കെ മീനുകളാണ്. അതിന് തിമിംഗലത്തെക്കാൾ വലുപ്പമുണ്ട് എന്നാണ് ഫ്രെഡി പറയുന്നത്. പക്ഷെ അവൻ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. നമ്മുടെ ഈ ഡാറ്റ വെച്ചിട്ട് ഇതൊരിക്കലും കൺഫേം ചെയ്യാൻ പറ്റത്തില്ല എന്ന്. അതെല്ലാം കേട്ട് നെൽസൺ ആണെങ്കിൽ വളരെ അത്ഭുതത്തോടെ ആ വിഷ്വൽസിലേക്ക് തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. നെൽസൺ ഇപ്പം വീണ്ടും ഒരു മെസ്സേജ് വന്നു. അത് ആ സെക്രട്ടറി ആയിരുന്നു. അയാൾ വല്ലാത്ത ദേഷ്യത്തിലാണ്. അവൻ ആ സാധനത്തിൽ ടച്ച് ചെയ്തല്ലോ, അതിനെ ചോദ്യം ചെയ്യാനാണ് അയാൾ ഇപ്പം മെസ്സേജ് അയച്ചിരിക്കുന്നത്. അയാളിങ്ങനെ അവനെ വല്ലാത്ത ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവനാണെങ്കിൽ അത് കേട്ട് വലിയ ഫീലിങ്സ് ഒന്നും തോന്നുന്നില്ല. അങ്ങനെ ആ മെസ്സേജ് കണ്ടു കഴിഞ്ഞതിന് ശേഷം അവൻ ആ 2 ബോളുകളും എടുത്തു. എന്നിട്ട് അവൻ ഓരോരോ ബോളിൽ ഇങ്ങനെ ടച്ച് ചെയ്ത് നോക്കുകയാണ്. എന്നാൽ ഓരോ ബോളിൽ ടച്ച് ചെയ്യുമ്പോൾ അവനൊന്നും സംഭവിക്കുന്നില്ല. എന്നാൽ അവൻ 2 ഒരുമിച്ച് ടച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവന് പിന്നെയും വിഷൻസ് വന്നു. അങ്ങനെ ഈ സംഭവങ്ങൾക്കൊക്കെ ശേഷം അവൻ 3ാമത്തെ ഗ്രഹത്തിലേക്ക് ഇറങ്ങി. എറിസ് എന്ന് പറഞ്ഞ കുള്ളൻ ഗ്രഹം. അവനിപ്പം അവിടെ ആ ട്രാൻസ്മിറ്റർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവൻ ആ സാധനം കണ്ടെത്തി. അതും ഒരു ബോളായിരുന്നു. എന്നാൽ ഇത്തവണ ആ ബോൾ എടുത്തു കഴിഞ്ഞപ്പം അതിലൊരു ലിക്വിഡ് പറ്റി പിടിച്ചിട്ടുണ്ട്. പക്ഷെ അതെന്താണെന്ന് അവന് മനസ്സിലായില്ല. പിന്നെ അവൻ അവിടെ സെർച്ച് ചെയ്യുമ്പോൾ ആ ബോൾ എടുത്ത സ്ഥലത്ത് ആ ലിക്വിഡ് കുറെ കാണുന്നുണ്ട്. അത് കാണുമ്പോൾ അവന് ശരിക്കും അത്ഭുതമായി. അങ്ങനെ അവൻ ആ ലിക്വിഡും കളക്ട് ചെയ്തുകൊണ്ടാണ് ആ ഗ്രഹത്തിൽ നിന്ന് തിരിച്ചു പോകുന്നത്. എന്നാൽ തിരിച്ച് അവരുടെ സ്പേസ് ഷിപ്പിലേക്ക് എത്തിക്കഴിയുമ്പോൾ അത് അവന് ഡോക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. ഡോക്കിംഗ് പോയിന്റിൽ റെഡ് കളറാണ് കാണിക്കുന്നത്. സാധാരണ ഡോക്ക് ചെയ്യണമെങ്കിൽ അവിടെ പച്ച കളറാണ് കാണിക്കേണ്ടത്. ആ കാര്യം അവൻ ഫ്രെഡിയുടെ അടുത്ത് പറയുകയും ചെയ്തു. എന്നാൽ ഫ്രെഡി പറയുന്നത് എന്റെ സിസ്റ്റത്തിൽ ഇവിടെ പച്ച കളറാണ് കാണിക്കുന്നതാണ്. എന്നാൽ ഫ്രെഡി ഇങ്ങനെ പറയുമ്പോൾ നെൽസനൊന്നും മനസ്സിലാവുന്നില്ല. ഇപ്പോഴും അവിടെ റെഡ് കളർ തന്നെയാണ് കാണിക്കുന്നത്. എന്നാൽ ഈ സമയത്താണ് അവന്റെയും ഫ്രെഡിയുടെയും സംസാരത്തിനിടയിൽ ഒരു ചൈനീസ് ഭാഷ കയറി വരുന്നത്. അതൊരു ചൈനക്കാരെ ഹാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അവരുടെ ആ മിഷൻ ഫെയിൽ ആയല്ലോ. ഇപ്പൊ ഇവര് കണ്ടെത്തിയ ഡീറ്റെയിൽസ് ഒക്കെ ഹാക്ക് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ആ ചൈനക്കാർ ശ്രമിക്കുന്നത്. ആ കാര്യം നെൽസന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഉടനെ തന്നെ ഫ്രെഡിയുടെ സിസ്റ്റംസ് ഒക്കെ റീബൂട്ട് ചെയ്യാനാണ് അവനിപ്പോൾ ഫ്രെഡിയുടെ അടുത്ത് പറയുന്നത്. അതിനെ തുടർന്ന് ഫ്രെഡി ആണെങ്കിൽ മൊത്തം റീബൂട്ട് ചെയ്യുകയും ചെയ്തു. അങ്ങനെ പെട്ടെന്ന് തന്നെ ഡോക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നെൽസൺ അകത്തേക്ക് എത്തി. അവനിപ്പം ആ ഗ്രഹത്തിൽ നിന്ന് കിട്ടിയ ആ ലിക്വിഡ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് അത് അനലൈസ് ചെയ്യാൻ വേണ്ടി ആ ഫ്രെഡിയെ ഏൽപ്പിച്ചു. എന്നിട്ട് അവനിപ്പം അതിന്റെ റിസൾട്ട് വെയിറ്റ് ചെയ്യാണ്. കുറച്ച് സമയം കഴിഞ്ഞപ്പം ഫ്രെഡി ആ റിസൾട്ട് അവന് പറഞ്ഞു കൊടുത്തു. അത് അവനെ ശരിക്കും അത്ഭുതപ്പെടുത്തി കളഞ്ഞു. ആ ലിക്വിഡിനകത്ത് DNA അടങ്ങിയിട്ടുണ്ട് എന്നാണ് ഫ്രെഡി പറയുന്നത്. അതായത് അതൊരു ഏലിയന്റേതാണ്.
അത് കേട്ടതും നെൽസൺ ആണെങ്കിൽ സന്തോഷത്തോടെ തുള്ളിച്ചാടാൻ തുടങ്ങി. മറ്റൊരു ഗ്രഹത്തിൽ ജീവനുണ്ട് എന്നവൻ കണ്ടെത്തിയിരിക്കുകയാണ്. അതിപ്പോ കൺഫേം ആയിട്ടുമുണ്ട്. അങ്ങനെ ഉടനെ തന്നെ അവൻ ബെക്കറിന് ഒരു വീഡിയോ മെസ്സേജ് അയക്കുകയാണ്. അതിൽ അവൻ ആ ടെസ്റ്റ് ട്യൂബിലുള്ള ലിക്വിഡും കാണിച്ചു കൊടുത്തു. എന്നിട്ട് അവൻ പറയുന്നത് ഈ പ്രപഞ്ചത്തിൽ നമ്മൾ ഒറ്റയ്ക്കല്ല എന്നാണ്. മാത്രമല്ല അവന്റെ വൈഫിനോട് പറയാൻ വേണ്ടി ഒരു മെസ്സേജും കൂടെ അവൻ പറയുന്നുണ്ട്. ഉടനെ തന്നെ ഞാൻ അങ്ങോട്ട് തിരിച്ചു വരാൻ പോവാണെന്ന്. അത്രയും കാര്യങ്ങളൊക്കെ മെസ്സേജ് അയച്ചതിന് ശേഷം അവൻ അതിന്റെ റിപ്ലൈയും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ അവൻ ആ 3 ബോളുകളും കയ്യിലെടുത്തു. എന്നിട്ട് അവനിങ്ങനെ ഓരോ ബോളുകളായിട്ട് ടച്ച് ചെയ്യാൻ തുടങ്ങി. പക്ഷെ അങ്ങനെ ചെയ്തിട്ടൊന്നും അവന് വിഷനൊന്നും വരുന്നില്ല. അങ്ങനെ ആ ഒരു പരീക്ഷണം കഴിഞ്ഞതിന് ശേഷം അവൻ ആ 3 ബോളുകൾ ഒരുമിച്ച് കയ്യിലെടുത്തു. എന്നാൽ ഇത്തവണ അവൻ തീരെ പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങളാണ് സംഭവിച്ചത്. ആ സ്പേസ്ഷിപ്പിനകത്തെ ലൈറ്റൊക്കെ ഇങ്ങനെ മിന്നാൻ തുടങ്ങി. എന്താണ് സംഭവിക്കുന്നത് എന്നവന് മനസ്സിലാവുന്നില്ല. അത് ചെക്ക് ചെയ്യാൻ വേണ്ടി അവൻ ഫ്രെഡിയെ ഏൽപ്പിക്കുകയാണ്. ഈ സമയം ഫ്രെഡി പറയുന്ന കാര്യം കേട്ട് അവൻ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. പ്രപഞ്ചത്തിന്റെ പല ഭാഗത്തു നിന്നും മില്യൺസ് ഓഫ് ട്രാൻസ്മിഷൻ ഇപ്പം അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതേക്കുമ്പം എന്നാ പിന്നെ അത് എന്തൊക്കെയാണെന്ന് ചെക്ക് ചെയ്തൂടെ എന്നാണ് നെൽസൺ ചോദിക്കുന്നത്. എന്നാൽ ഫ്രെഡി പറയുന്നത് ഇത്രയും ഡാറ്റാസ് ഞാൻ ആദ്യമായിട്ട് കാണാണ്, എന്നെ കൊണ്ട് ഇത് മുഴുവനൊന്നും ചെക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് ഫ്രെഡി പറയുന്നത്. എന്നാൽ നീ അതിലൊരു 1000 സിഗ്നൽസ് ചെക്ക് ചെയ്യ് എന്നാണ് നെൽസൺ പറയുന്നത്. അതിനെ തുടർന്ന് ഫ്രെഡി ഇപ്പം 1000 സിഗ്നൽസ് ചെക്ക് ചെയ്തു. അവൻ പറയുന്നത് പ്രപഞ്ചത്തിലെ പല ലൊക്കേഷനിൽ നിന്നാണ് ഈ സിഗ്നൽസ് വരുന്നത്. ഇതെന്തോ റേഡിയോ ചാറ്ററിംഗ് ആണ്, ആരോ എന്തോ പറയാൻ ശ്രമിക്കുന്ന പോലെ. പക്ഷെ ആ ചാറ്ററിംഗ് എന്താണ് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും ഇതെല്ലാം ഒരുമിച്ചാണ് വരുന്നതെങ്കിലും പാസ്റ്റിൽ നിന്ന് വരുന്ന സിഗ്നൽസും ഉണ്ട്, പ്രപഞ്ചം ഉണ്ടായ കാലം മുതൽക്ക് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഫ്രെഡി അവന്റെ അടുത്ത് പറയുന്നത്. അതും കൂടെ കേട്ട് കഴിയുമ്പോൾ നെൽസൺ ഇപ്പോൾ ഒരു കാര്യം കൺഫേം ആയി. പ്രപഞ്ചത്തില് ഭൂമിയിൽ മാത്രമല്ല ജീവനുള്ളത്. ഈ സമയം നെൽസൺ ചോദിക്കുന്നത് എന്താണ് അവർ പറയാൻ ശ്രമിക്കുന്നത് എന്ന് നിനക്ക് ചെക്ക് ചെയ്യാൻ പറ്റുമോ എന്നാണ് നെൽസൺ ചോദിക്കുന്നത്. അതേക്കുമ്പോൾ ഇപ്പൊ നമുക്ക് കിട്ടിയ ഡാറ്റാസ് ഒക്കെ ഞാനൊന്ന് അനലൈസ് ചെയ്ത് വരുമ്പോഴേക്കും 6 വർഷം എടുക്കും. അതുകൊണ്ട് അതൊന്നും നടക്കുന്ന കാര്യമല്ല എന്നാണ് ഫ്രെഡി പറയുന്നത്. അത് കേൾക്കുമ്പോൾ അവന് ശരിക്കും നിരാശയായി. അങ്ങനെ കുറച്ച് സമയം കഴിയുമ്പോൾ ആ സിഗ്നൽസ് ഒക്കെ നിന്നു. അതോടുകൂടെ അവിടുത്തെ ലൈറ്റൊക്കെ സ്റ്റേബിളായി. എന്നാൽ അടുത്ത സെക്കൻഡിലാണ് അവർക്കൊരു പ്രത്യേക സിഗ്നൽ കിട്ടുന്നത്. ഇതെന്താണ് സംഭവം എന്ന് ചോദിക്കുമ്പോൾ ഫ്രെഡി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെസ്സേജ് വന്നിരിക്കുന്നത് ഊർട്ട് ക്ലൗഡിൽ നിന്നാണ്. ഈ ഊർട്ട് ക്ലൗഡ് എന്ന് പറയുന്നത് നമ്മുടെ സോളാർ സിസ്റ്റം കഴിഞ്ഞിട്ട് അപ്പുറത്തുള്ള ഏരിയ ആണ്. അവിടെ മൊത്തം ഈ ആസ്ട്രോയിഡും കാര്യങ്ങളൊക്കെയാണ്. അവിടെ നിന്നാണ് ആ സിഗ്നൽ വരുന്നത്. അപ്പൊ അവിടെ എന്തൊരു സംഭവം ഉണ്ട് എന്ന കാര്യം നെൽസന് മനസ്സിലായി. ഇനിയിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടൊരു യാത്ര പോയി കഴിഞ്ഞാൽ എപ്പം നമുക്ക് ഊർട്ട് ക്ലൗഡിലേക്ക് എത്താൻ പറ്റും എന്നാണ് നെൽസൺ ഇപ്പോൾ ഫ്രെഡിയോട് ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ 38 വർഷത്തെ യാത്രയുണ്ട് എന്നാണ് ഫ്രെഡി ഇതിന് മറുപടി പറയുന്നത്. എന്നാൽ 38 വർഷത്തെ യാത്രയുണ്ടെന്ന് അവൻ പറഞ്ഞിട്ടും നെൽസൺ അങ്ങോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ ഫ്രെഡിയോട് സംസാരിച്ചതിന് ശേഷം അവൻ നേരെ അവന്റെ കമ്പ്യൂട്ടറിന്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് അവനൊരു മെസ്സേജ് റെക്കോർഡ് ചെയ്യാണ്. അത് അവന്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു. അതിലവൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ എന്നോട് ക്ഷമിക്കണം അബിഗൽ, ഞാൻ നിനക്ക് തന്ന പ്രോമിസ് ചെയ്യാൻ തെറ്റിക്കുകയാണ്. എനിക്ക് ഒരിക്കലും നിന്റെ അടുത്തേക്ക് ഇനി തിരിച്ചു വരാൻ പറ്റത്തില്ല. എന്റെ ഒരു സ്വപ്നത്തെ തുടർന്നാണ് ഞാൻ ഈ മിഷന് വേണ്ടി പുറപ്പെട്ടത്. എന്നാൽ എനിക്കിപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഇതെന്റെ ഒരു നിയോഗമാണ്. ആരോ എന്നെ ക്ഷണിക്കുന്നുണ്ട്, അതാരാണെങ്കിലും എനിക്ക് അവരുടെ അടുത്തേക്ക് പോയേ പറ്റൂ. അതുകൊണ്ട് ഒരിക്കലും ഇനി എനിക്ക് നിന്റെ അടുത്തേക്ക് തിരിച്ചു വരാൻ പറ്റത്തില്ല എന്നാണ് അവൻ ആ മെസ്സേജ് പറയുന്നത്. അത്രയും പറഞ്ഞതിന് ശേഷം അവനിപ്പോൾ ഫ്രെഡിയെ വിളിച്ചു. എന്നിട്ട് ഊർട്ട് ക്ലൗഡിലേക്ക് ഒരു പാത്ത് സെറ്റ് ചെയ്യാനാണ് അവനിപ്പോൾ ഫ്രെഡിയുടെ അടുത്ത് പറയുന്നത്. അതേക്കുമ്പോൾ നാസയിൽ വിളിച്ച് ചോദിക്കണ്ടേ എന്ന് ഫ്രെഡി ചോദിക്കുന്നുണ്ട്. ഈ സമയം നെൽസൺ പറയുന്നത് ഇവിടെ നിന്റെ കമാൻഡർ ഇപ്പം ഞാനാണ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നീ കേട്ടാൽ മതി എന്നാണ് നെൽസൺ പറയുന്നത്. അങ്ങനെ ഫ്രെഡി ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചതിന് ശേഷം അവൻ ഉറങ്ങാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. ഈ സമയം ബെക്കറിന് ഒരു മെസ്സേജ് വരുന്നുണ്ട്. അവൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. നീ അങ്ങോട്ട് പോകരുത്, നിനക്ക് ഒരിക്കലും ഈ മിഷൻ കംപ്ലീറ്റ് ആക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് നീ ഇങ്ങോട്ട് തിരിച്ചു പോരെ എന്നാണ് ബെക്കർ പറയുന്നത്. എന്നാൽ നെൽസൺ ആണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ ഫ്രെഡി ഇപ്പം ആ റൂട്ട് സെറ്റ് ചെയ്തു. അതിനെ തുടർന്ന് ആ സിഗ്നലും തേടി നെൽസൺ ഇപ്പോൾ ഊർട്ട് ക്ലൗഡിലേക്ക് പോവാണ്. അവൻ അറിഞ്ഞേ പറ്റൂ ആരാണ് അവനെ വിളിക്കുന്നതെന്ന്. ഈ ഒരു സീനും കാണിച്ചിട്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു? എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. പിന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പൊ പുതിയൊരു കിടിലൻ സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.